എന്നെ പോലുള്ള ഏതൊരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ഇപ്പം വിവാഹത്തിന് മുമ്പ് ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിക്കും അഭിമാനം തന്നെയാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ആൽത്തറ മൂട്ടിലാണ്. നിങ്ങൾ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞവരാണോ? നിങ്ങളൊരു സർക്കാർ ജോലിയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടും വേണ്ട, തന്നെ ഈ കാണുന്ന വി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്നാൽ മതി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, നമ്മുടെ ഈ ഒരു വി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എത്തിയാൽ അവരെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുന്ന, ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന പറഞ്ഞത് ഉള്ളതാണോ? തീർച്ചയായിട്ടും. നമുക്ക് ഇവിടെ 1941 മുതൽ ഇവിടെ ക്ലാസ് തുടങ്ങിയതാണ്. ഇവിടെ എൻ്റെ പിതാവായ വി ഐസക്ക് തുടങ്ങിയ സ്ഥാപനമാണിത്. ഇപ്പോൾ 2025 അപ്പോൾ ഇത്രയും വർഷം ആകുമ്പോഴത്തേക്ക് ഇത്രമാത്രം കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നിരവധി ആളുകൾ ഇവിടെ വന്നിട്ട് സ്വദേശത്തും വിദേശത്തുമായിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി കിട്ടി, ഇപ്പോൾ ഓൾറെഡി വർക്കിങ്ങിലാണ്. ഏകദേശം ഒരു 80,000 കൂടുതൽ ആളുകൾ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കത്തില്ല. സാറേ, നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ കുട്ടികൾക്കായി എത്രത്തോളം കോഴ്സുകളുണ്ട്? സോ ഈ സ്ഥാപനത്തിൽ 3 കോഴ്സുകളാണ് നടത്തുന്നത്. ട്രാൻസ്ഫോം സിവിൽ, സർവേയർ, ഇലക്ട്രീഷ്യൻ. ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമുള്ള സർട്ടിഫിക്കറ്റാണ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റാണ് അവർക്ക് നൽകുന്നത്. കൂടാതെ ഷോർട്ട് ടൈം കോഴ്സ്, ISO സർട്ടിഫിക്കറ്റോട് കൂടിയ ഷോർട്ട് ടൈം കോഴ്സുകൾ ഈ സ്ഥാപനത്തിൽ നടത്തുന്നു. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, സോളാർ പാനൽ ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് കോഴ്സുകൾ. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ മേഖലയിലേക്ക് പോകാനായിട്ടുള്ള സ്കിൽ ട്രെയിനിങ് നൽകിയാണ് അവർ തൊഴിൽ മേഖലയിലേക്ക് സംഭാവന ചെയ്യുന്നത്. എല്ലാവർക്കും തൊഴിൽ എന്നുള്ള ഒരു സ്വപ്നം ഇവിടെ സഫലീകരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 2022-24 ക്രാഫ്റ്റ്മാൻ സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സുനീഷ് കുമാറാണ്. അപ്പോൾ ഇദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്ക് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുകയാണ്. അദ്ദേഹം ചെയ്യുന്ന വർക്കുകളാണ് കാണുന്നത്. അപ്പം പഠിച്ചിറങ്ങിയ ഉടനെ നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിരുന്നു അല്ലേ? അതായത് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചിറങ്ങിയപ്പോൾ അത്രത്തോളം നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നത് അല്ലേ? അവിടുന്ന് അവിടുന്ന് പഠിച്ചിറങ്ങിയപ്പോൾ അവർ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ ക്യാഡിൻ്റെ കോഴ്സുകൾ, ഇതെല്ലാം പഠിച്ചാണ് അവർ ഇറങ്ങിയത്. സുനീഷ് ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ജീവിതം ഒരു സാറ്റിസ്ഫൈഡ് ആയി, പഠിച്ചിറങ്ങിയതിൽ നമുക്കൊരു ഗുണമുണ്ടായി അല്ലേ? അപ്പം ഇനി ഇതുപോലെയുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? അവർ തന്നെ നല്ല ചെയ്യുന്നതായിരിക്കും നല്ല. മിസ്സന്മാർ നല്ല സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കും. വരയ്ക്കാനായാലും 3D ഫംഗ്സ് എല്ലാം പറഞ്ഞു തരും. നമ്മുടെ ഏത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്യും. അപ്പം നമ്മുടെ ഈ ഒരു വേറെ ഒന്നും നോക്കണ്ട, ഈ ഒരു പ്രായത്തിൽ ഒരു ഇത്രത്തോളം ഒരു വർക്ക് ഏറ്റെടുത്ത് നടക്കുമ്പോൾ അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് നമുക്ക് വേറെ എങ്ങെന്ന് വന്ന് ചിന്തിക്കേണ്ട, അത് ആ വ്യൂ സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചർമാർ കൊടുത്ത സപ്പോർട്ടിൻ്റെ പുറത്ത് കിട്ടിയ കോൺഫിഡൻസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഈ ഒരു ചെറുപ്രായത്തിൽ ഇത്ര ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കി നടത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തായാലും അതിന് എൻ്റെ വകയൊരു അദ്ദേഹം 2022-24 വി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പഠിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാണ്. കല്ലട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ കയറിയിട്ട് 3 മാസം കഴിഞ്ഞ് നമ്മൾ പഠിച്ചിറങ്ങിയപ്പോഴേ നമുക്ക് ജോലിയായി. ശരിക്കും ആ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനുണ്ട് പറയുമ്പോഴല്ലേ. ഇപ്പം ഏതൊരു പെൺകുട്ടിയുടെയും ആവശ്യമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ആണുങ്ങളൊക്കെ ഇവരെ ഇക്കാലത്ത് പെണ്ണുങ്ങൾക്കാണ് ഒരു ജോലി വേണം. അപ്പം അത് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് സമയത്ത് നമ്മൾ കുറച്ച് നാൾ ജോലി ചെയ്യാതിരുന്ന ടച്ചൊക്കെ വിട്ടു പോകും. പിന്നെ വേണ്ടെന്ന് പറയാം, അടുത്ത ഫീൽഡിലോട്ട്. അതായത് ഇപ്പൊ ഇറങ്ങിയ ടൈമിൽ തന്നെ അവർക്ക് ആ ഫീൽഡ് വിട്ടും പോകുന്നില്ല. നമുക്കിപ്പോ നമ്മളെ ഈ നേരത്തുള്ള ഞാനിപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് 20 കൊല്ലമായി. അപ്പൊ 20 വർഷം കൊണ്ടേ നമുക്ക് ഇറങ്ങുന്ന നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും, അതായത് പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഒരു കോൺഫിഡൻസ് ആയിട്ട് അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയ സംഗീത, ഇവരൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും അവരുടെ ഓരോ വർത്തമാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും അവിടെ പഠിച്ചിറങ്ങിയാൽ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം
ഒരു സാധ്യതയുണ്ടെന്നുള്ളത് 100% നമ്മൾ ഉറപ്പ് പറയാം. ഉറപ്പ് പറയണം. 100% നമ്മളതിൽ ഉറപ്പ് പറയുന്നത്. അല്ലാതെ ഒരു പുറകോട്ട് എന്നുള്ള രീതിയില്ല. അവിടെ പഠിച്ചിറങ്ങുന്ന ഇപ്പോൾ സംഗീതോട് തന്നെ ചോദിച്ചറിയാം, നിങ്ങളുടെ കൂടെ പഠിച്ചിറങ്ങുന്ന ഒരുവിധപ്പെട്ടവരെല്ലാം ഒരു ജോലിയുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പം നിൽക്കുന്നത്. എല്ലാവരും ഓരോരോ ജോലികളായിട്ട്. അപ്പം നമ്മുടെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ മക്കളൊക്കെ ഉള്ള അച്ഛനമ്മമാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, 100% നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 100% നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കും. ഒരു ജോലി സാധ്യത ഉറപ്പാക്കിയിട്ട് ഇതേപോലുള്ള പ്രഗത്ഭരായ ടീച്ചർമാർ അവിടെ നിന്ന് വിടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം. ഓരോ ആളുകൾക്കും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരും അല്ലേ. അപ്പോഴേ നമ്മൾ ഫോൺ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ജോലിയില്ല, ജോലി കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അവരൊന്നും പേടിക്കണ്ട. ബി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.